കലഹം കാവിരി കലഹം. ഒരാൾക്ക് ഇങ്ങനെയും അലാറം, അങ്ങനെ അലാറം. അലറാം. അലറാം. കത്തിക്കുത്ത് കിട്ടിയ ഒരാളുടെ റോറിംഗ് അല്ല, പ്രേരത്തെ കണ്ട ഒരാളുടെ റോറിംഗ്. നിങ്ങൾ ഓരോരുത്തരും അലറുന്ന് കാണുമ്പോൾ പ്രേക്ഷകന് മനസ്സിലാവണം എന്ത് കണ്ടിട്ടാണ് റോറുന്നത്. പ്രേതമാണോ, ശവമാണോ, ഈ കൊലപാതകമാണോ? അല്ലേ അല്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച റോറിംഗ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം പപ്പേട്ടനാവട്ടെ. പപ്പേട്ട റോ. Now you Kiddy, you roar. Every roaring has each and opposite reaction. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. 6-ാം തമ്പുരാൻ എന്ന സിനിമയിൽ ലാലേട്ടനും മഞ്ജു ചേച്ചി അഭിനയിച്ച സീൻ, അതുപോലെ ലാലേട്ടനും നരേന്ദ്രപ്രസാദ് സാർ അഭിനയിച്ച സീൻ നിങ്ങൾ അഭിനയിച്ച് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരിക. എന്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ? എക്സൈറ്റിംഗ് ന്യൂ ടാസ്ക്. ഒരു എക്സൈറ്റ്മെന്റും അല്ല ബാബുച്ചേട്ടന്റെ കൂടെയുള്ള ലൈഫ്. ഒരു ടാസ്ക് ആണത്. എന്നെ പോലെ ദുർബലഹൃദയായ ഒരാൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറെഡി 2 അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുവാണ്. അമ്മയ്ക്ക് ഇനി അടുത്തത് എനിക്കായിരിക്കും. അറ്റാക്ക് പാരില്ല പ്രിയ. ഭർത്താവിനും എന്നെ വേണ്ട, അറ്റാക്കിനും വേണ്ടേ? പക്ഷെ അവന് നിന്നെ വേണം. നിന്നെ ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കാൻ വരും തോന്നുന്നുണ്ടോ? ശിവകുമാറേ, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളേ? ഓ ഇല്ല, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്തിഷ്ട ശിവൻ ചേട്ടാ, 2.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് ഇതുവരെ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല. അറിയോ? അതൊക്കെ എവിടെ വേണമെങ്കിലും പോവാ. ഞാനിങ്ങനെ അമ്മയെ നോക്കി വീട്ടിലിരുന്നോളാം. ഇങ്ങനെ കഴിയേണ്ടവളാണോ ഞാൻ? ആണോ പറ. ഇങ്ങനെ കഴിയേണ്ടവളാണോ ഞാൻ? അല്ല, തെറ്റ് അവന്റെ ഭാഗത്ത് മാത്രമാണ്. ബട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിങ്ങനെ മാറി താമസിക്കാൻ തക്കതായ ഒരു കാരണം, അറ്റ്ലീസ്റ്റ് ആളുകളോട് പറയാനുള്ള ഒരു കാരണം, അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള റീസൺ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ പണക്കത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ റീസൺസ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് അത്ര ക്യാച്ച് അല്ല, ഒരു ഗ്രിപ്പില്ല, ഒരു ഗ്രാഫില്ല, വീക്കാണ്. ശിവകുമാറേ, ഞാൻ അരിയിടുന്നില്ല. പിന്നീട് മനസ്സ് മാറില്ലല്ലോ. ഇല്ല. ഞാൻ ഹരിപ്രയെ കണ്ടിരുന്നു. ചേച്ചി ശിവന്റെ കുറച്ച് കഞ്ഞി കൊടുക്ക്. അവള് കുറച്ച് അപ്സെറ്റാ. കുറച്ച് കപ്പ. എന്നാലും അവൾ അപ്സെറ്റാ. എന്നെ കൂടെ തീർത്താ തീരും തോന്നുന്നില്ല. കുറച്ച് അച്ചാറും കൂട്ടി അങ്ങനെ തീർക്കേണ്ട ശിവൻ ചേട്ടാ. കേട്ടോ, നമുക്ക് അകത്തിനും സംസാരിച്ചാലോ? അയ്യോ 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 അയ്യോ, ആക്ടിംഗ് ക്ലാസ്സിൽ ഫുഡല്ല അവിടെ ഉള്ളത്. ശിവൻ ഞാനിപ്പോ ഈ ഫീൽഡിലാണ് അല്ലേ? എന്നെ പോലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലുള്ളൂ. അത് പ്രിയക്ക് മനസ്സിലാവണ്ടേ? ഒന്നില്ലെങ്കിൽ അവളൊരു മുൻ സീരിയൽ ആക്ട്രസ് അല്ലേ? ഇതാണ് നിന്റെ പ്രശ്നം. നീ അവളൊരു മുൻ ആക്ട്രസ് ആയി കാണുന്നു. കലാകാരി മരിക്കുന്നില്ല, മുൻ പിന്നൊന്നുമില്ല. ഓരോ സമയത്തും നീ അവളെ ആക്ട്രസ് എന്ന് വിളിക്കാതെ സീരിയൽ ആക്ട്രസ് എന്ന് പ്രത്യേകം വിളിക്കുന്നു. തരം താഴ്ത്താൻ ശ്രമിക്കുന്നു. അപ്പൊ എന്നെ അവൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അതോ നിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത് നിനക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. കാരണം നീ വെറും ജൂനിയർ ആണ്, ആർട്ടിസ്റ്റ് അല്ല. ചേട്ടാ, നിങ്ങളൊക്കെ കൂടി ബോഡി ഷെയ്മിങ് ചെയ്ത് അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ എന്നെ അംഗീകരിക്കും. ഒരു സൂപ്പർ സ്റ്റാർ ആകും ഞാൻ. ഈ ആക്ടിംഗ് യൂണിവേഴ്സിറ്റി ഞാനൊന്ന് ഫേമസ് ആക്കും. അതിന് ശിവചേട്ടൻ എനിക്ക് റോൾ ഒപ്പിച്ചേരണം. ഈ ആക്ടിംഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് സ്റ്റുഡൻസ് ഒപ്പിച്ചേരണം. ഞാൻ പച്ചടിക്ക് ശിവചേട്ടാ. നീ ആദ്യം എന്നെ ഒന്ന് തിന്നാൻ പെടും.